ഇല്ല, ഞാൻ മനസ്സിലാക്കി അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രി ആ ചടങ്ങ് കഴിഞ്ഞ് വേഗത്തിൽ അദ്ദേഹം മറ്റൊരു പരിപാടിക്ക് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ഓൺലൈൻ മീറ്റിംഗിലേക്ക് മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് പോയി. അദ്ദേഹം KSU പ്രസിഡന്റിനെ കണ്ടില്ല, പുറകിലാണ് ഉണ്ടായിരുന്നെന്നാണ് എന്നോട് മുഖ്യമന്ത്രി സംസാരിച്ചത്. നമുക്ക് ആലോചിക്കാം ഉണ്ടാകുന്നതിന് എന്താ പ്രയാസം. ഇന്നിപ്പോ കൊച്ചിയില് KSUവിന്റെ ഒരു വിഭാഗം നേതാക്കൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അടങ്ങുന്ന നേതാക്കൾ ഈ അലോഷ്യസിനെതിരെ പരസ്യമായി രംഗത്തുണ്ട്. അവർ പറഞ്ഞത് ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് അലോഷ്യസ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഫേസ്ബുക്കിലും ഒപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി വിശദീകരണം നൽകിയിട്ട് ശേഷം ഇത്തരത്തിൽ കാണാൻ പോകുന്നത് ശരിയാണെന്ന് ചോദിക്കുന്നത്. ഒരു പരിപാടിക്ക് പോയി തിരിച്ചു വരുമ്പോൾ വണ്ടിക്കൂലി ഇല്ലാത്തത് കാരണം ഒരു ലോറി സീറ്റിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്ത് വരികയാണ്. അപ്പോ ഉത്സവത്തിന്റെ കൂടെ വന്ന ആളുകൾ സൈഡിലിരുന്ന VM സുധീരനെ തിരിച്ചറിഞ്ഞു. അവരോടി സുധീരൻ പറഞ്ഞ് ഓടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാത്രമല്ല ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഈ ലോറിയിലുണ്ട് എന്ന് സുധീരൻ നാട്ടുകാരെ ഇവര് അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള KSU പ്രവർത്തകർക്കെല്ലാം ഒരു വലിയ വിടവാണ് എന്നൊരു യാഥാർത്ഥ്യമാണ്. അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ ശ്രീ സണ്ണി ജോസഫ് അവറുകളെ ഉമ്മൻചാണ്ടി സാറുമായി യൂത്ത് കോൺഗ്രസ് നേതാവായ കാലം മുതൽ പരിചയമുള്ള അദ്ദേഹത്തിന്റെ അനുയായിയായി പൊതു രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് നമ്മുടെ പ്രിയങ്കരനായ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അവർകൾ. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും അർഹനായ പ്രിയങ്കരനായ നമ്മുടെ എല്ലാ നേതാവായ KPCCയുടെ മുൻ അധ്യക്ഷനായ ശ്രീ VM സുധീരൻ. അദ്ദേഹം ഉമ്മൻചാണ്ടി സാറ് പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് VMO ഒക്കെയായി നടത്തിയ KSU യാത്രകൾ പറയാറുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരിക്കൽ പാലക്കാട് ഒരു പരിപാടിക്ക് പോയി തിരിച്ചു വരുമ്പോൾ വണ്ടിക്കൂലി ഇല്ലാത്തത് കാരണം ഒരു ലോറി ഇവര് യാത്ര ചെയ്യുകയായിരുന്നു. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും VM സുധീരനും. ഒരു ഉത്സവത്തിന്റെ ഘോഷയാത്ര, കെട്ടുകാഴ്ചയുടെ ഘോഷയാത്ര വരുന്നപ്പോൾ റോഡ് ബ്ലോക്കായി. ഇവർക്ക് അല്പം ചമ്മലുണ്ട്. അറിയപ്പെടുന്ന നേതാക്കന്മാരാണ് 3 പേരും. പക്ഷെ ഒരു ലോറി ഡ്രൈവറുടെ സീറ്റിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്ത് വരികയാണ്. അപ്പോ ഉത്സവത്തിന്റെ കൂടെ വന്ന ആളുകൾ സൈഡിലിരുന്ന VM സുധീരനെ തിരിച്ചറിഞ്ഞു. അവരോടി സുധീരൻ പറഞ്ഞ് ഓടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാത്രമല്ല ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഈ ലോറിയിലുണ്ട് എന്ന് സുധീരൻ നാട്ടുകാരെ അപ്പോഴത്തേക്ക് നാട്ടുകാർ കൂടി ഇവർക്ക് അവിടെ ഇറങ്ങേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു 100 കഥകൾ സാറുമായിട്ടുള്ള യാത്രക്കിടയിൽ ശ്രീ AK ആന്റണിയുമായും വയലാർ രവിയുമായും ശ്രീ VM സുധീരനുമായും ശ്രീ MM ഹസനും ഒക്കെയായി ബന്ധപ്പെട്ടത് അദ്ദേഹം പറയാറുണ്ട്. ശ്രീ VM സുധീരനാണ് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. പ്രിയങ്കരനായ UDFന്റെ കൺവീനർ, ആദരണീയനായ നമ്മുടെ എല്ലാ പ്രിയങ്കരനായ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയങ്കരായിട്ടുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എല്ലാ തലമുറയിലുമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ചേർത്ത് നിർത്തിയ, അവരുടെ വികാരങ്ങളോടെല്ലാം ചേർത്ത് നിർത്തിയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ചേർത്ത് നിർത്തുകയും അവരുടെ വിഷമതകളിലും പ്രയാസങ്ങളിലും എല്ലാം ഉൾച്ചേർന്ന് അത് തന്റെ കൂടി വിഷമതകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു കാരുണ്യ സ്പർശം ഏറ്റവരാണ് നമ്മളെല്ലാം. വേദിയിൽ KSUവിന്റെ 3 സംസ്ഥാന അധ്യക്ഷന്മാരുണ്ട്. അവരുടെ എല്ലാ തലങ്ങളിലുമുള്ള KSU വളർച്ചകളിലെല്ലാം വലിയ ഇടപെടലുകൾ നടത്തിയ നേതാവാണ് പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാർ എന്ന് തർക്കമില്ല. ഒരുപക്ഷെ KSU പ്രസിഡന്റ്മാരിൽ ഏറ്റവും അവസാനമായി ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഇടപെടാൻ അവസരം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. KSU സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം എനിക്ക് 2 വട്ടം മാത്രമേ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അപ്പോൾ രോഗശൈലിയിലായിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നിരുന്നാലും ആ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹവുമായുള്ള സംസാരത്തിൽ അദ്ദേഹം പകർന്നു തന്ന അല്ലെങ്കിൽ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും വലിയ രീതിയിലേക്കുള്ള ആവേശത്തോടു കൂടി തന്നെയാണ് ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള KSU പ്രവർത്തകർക്കെല്ലാം ഒരു വലിയ വിടവാണ് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഏത് വിഷമതകൾ, ഏത് പ്രയാസങ്ങൾ, ഏത് പ്രതിസന്ധികൾ, അതെല്ലാം ഉമ്മൻചാണ്ടി സാറിന്റെ മുൻപിൽ ചെല്ലുമ്പോൾ അതിനൊരു
പരിഹാര ഫോർമുലയുണ്ട് എന്നത് എല്ലാവരും തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ 3-ാം ഓർമ്മ ദിവസത്തിൽ KSU സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ പുഷ്പാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയങ്കരനായ മന്ത്രി ശ്രീ എം ലിജു. ബഹുമാന്യനായ ജില്ലാ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശ്രീ സണ്ണി ജോസഫ്, ബഹുമാന്യനായ മുൻ അധ്യക്ഷൻ ശ്രീ വി എം സുബീരൻ അവരുടെ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകർ, ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് യഥാർത്ഥത്തിൽ ഒന്നും തന്നെ പറയേണ്ടതില്ല എന്നാണ് യാഥാർത്ഥ്യം. കാരണം അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് കേരളത്തെയും ഇന്ത്യൻ സമൂഹത്തെയും ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു സാറിനെ ഒരു തീരുമാനം മഹാത്മാഗാന്ധി പണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്, ഒരു ഭരണാധികാരി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആ തീരുമാനം എങ്ങനെയാണ് ഏറ്റവും സാധാരണക്കാരനെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്ന് ആലോചിച്ചിട്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കാവൂ എന്ന് പറഞ്ഞ ഏറ്റവും മഹത്തായ ഒരു വാചകമുണ്ട്. സമാനമായ തരത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമുക്കൊരു വിഷയത്തെ നേരിടുമ്പോൾ ഉമ്മൻചാണ്ടി സാറ് എടുക്കുന്ന സമീപനം, അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളെ സമീപിക്കുന്ന ഒരു വ്യക്തി, പലതരത്തിലുള്ള മനുഷ്യർ നമ്മളെ സമീപിക്കാം. അതിൽ ഏറ്റവും ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യരുടെ വികാര പ്രകടനങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ വളരെ രോഷാകുലനായിട്ട് നമ്മെ വന്ന് സമീപിക്കുന്ന ആളുകളുണ്ടാകാം. അപ്പൊ അവിടെയെല്ലാം മാതൃകയാക്കാൻ പറ്റാവുന്ന ഒരു വ്യക്തിത്വം ഉമ്മൻചാണ്ടി സാറാണ്. കാരണം ഏറ്റവും കാരുണ്യം അർഹിക്കുന്ന മനുഷ്യന് അത് കാരുണ്യത്തിന്റെ അങ്ങേയറ്റം, അതിൽ അവർക്ക് കൊടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അതേസമയം രോഷാകുലരായി മുമ്പിൽ വന്ന് വികാരപ്രകടനം നടത്തുന്നവരോടും തിരിച്ചും അത്തരത്തിൽ ഒരു ക്ഷോഭത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ സമചിത്തതയോടെ അവരുടെ പ്രശ്നങ്ങൾക്കും അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തീരുമാനമെടുക്കുക എന്നത് ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സഹിഷ്ണുതയുള്ള, പെരുമാറ്റത്തിന് അങ്ങേയറ്റം, സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ള, ഭരണാധികാരിയെ കുറിച്ച് പറയാറുള്ള ഒരു വാക്ക് മൃദുഭാവേ ദൃഢചിത്തെ എന്ന് പറയാറുണ്ട്. അവരുടെ ഭാവം വളരെ മൃദുവായിരിക്കും, അതേസമയം തീരുമാനം അതിശക്തമായിരിക്കും. ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ്. മൃദുഭാവമാണ്, ദൃഢചിത്തമാണ്, തീരുമാനം അതിശക്തമായിരിക്കും. കൂടുതലൊന്നും തന്നെ പറയാനില്ല. കേരളത്തിലെ കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാളായിരുന്ന, പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും മാതൃകയാക്കാമായിരുന്ന സ്നേഹസമ്പന്നനായ സാറിന്റെ സ്മരണകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. നമസ്കാരം.